ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയും സച്ചിനെയാണ്. അങ്ങനെ നമ്മുടെ രേവതി സച്ചിനെ ആക്ക മൊത്തം ഒന്ന് ഉഴിഞ്ഞു പിറക്കി എടുക്കാണ് കേട്ടോ. നമ്മുടെ സച്ചിക്കാണെങ്കിൽ കൈവെക്കാൻ പറ്റുന്നില്ല, കാല് വെക്കാൻ പറ്റുന്നില്ല, നടുവെക്കാൻ പറ്റുന്നില്ല, ശരീരം മുഴുവൻ വേദന. അങ്ങനെ രേവതി പറഞ്ഞു, നിങ്ങളുടെ വേദന ഇപ്പൊ ഞാൻ മാറ്റി തന്നാൽ പോരെ, ഏതായാലും നിങ്ങൾ നിൽക്ക്, നിങ്ങളുടെ വേദന ഞാൻ മാറ്റി തരാമെന്നും പറഞ്ഞൊരു കുഴമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് കയ്യിലൊക്കെ ഇട്ട് അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയോട് സച്ചു പറഞ്ഞു, അതെ, ഈ കൈക്ക് മാത്രമല്ല ശരീരം മൊത്തം വേദനയാ. ഈ കൈയുടെയും കാലിന്റെ ഒക്കെ വേദന നീ ഇങ്ങനെ തീർക്കും, ഈ ശരീരത്തിന്റെ വേദന ഞാൻ എങ്ങനെ തീർക്കാനാ? ആണോ, അങ്ങ് നിൽക്ക്, ഒരു പൊടിക്കൈ എൻ്റെ കയ്യിലുണ്ട്. അതെ, സച്ചിയേട്ടൻ ഒരു കാര്യം ചെയ്ത് നീണ്ടു നിവർന്നങ്ങ് കിടന്നേ, ഞാൻ ഇപ്പൊ സച്ചിയേട്ടനെ സ്വർഗ്ഗലോകം കാണിക്കാം. സ്വർഗ്ഗലോകം കാണിക്കാന്നോ? എന്താ നീ പറയുന്നത്? എന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ പോവാണോ? സച്ചേട്ട കിടക്ക്, സച്ചേട്ട അവിടെ. ഞാന് പുറത്ത് കയറി നിന്ന് ചവിട്ടി നന്നായിട്ട് അങ്ങ് തിരുമി കഴിഞ്ഞുണ്ടല്ലോ, നാളെ നേരം വെളുത്തെണീക്കുമ്പം ഈ വേദന സകലതും മാറിക്കിട്ടും. രേവതി, നീ എന്നെ ചവിട്ടി പിഴിയാൻ പോവാണോ? നീ എന്താ ഈ കാണിക്കാൻ പോകുന്നത്? സച്ചേട്ടനെ ഒന്ന് അടങ്ങി ഒതുങ്ങി കിടക്ക് സച്ചേട്ടാ, ഞാനിപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞ് സച്ചിനെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിടത്തിട്ട് മണ്ടേ കയറി അങ്ങ് നിന്ന്. അയ്യോ, സച്ചിയുടെ എന്താ പറയാ, നടുവൊക്കെ ചവിട്ടി ഒരു പരുവാകാൻ തുടങ്ങി. ചവിട്ടി തിരുമുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ചവിട്ടി അങ്ങോട്ട് തിരുമാണ് കേട്ടോ. സച്ചിക്കാണ് വേദന കാരണം സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മോ, അയ്യോ, ഇവളെന്നെ കൊല്ലുന്നേന്നും പറഞ്ഞുകൊണ്ട് കാറുമാണ്. അപ്പൊ സച്ചിയോട് പറയുന്നുണ്ട്, രേവതി ഒന്ന് മിണ്ടാതിരിക്കും, ഇങ്ങനെയൊക്കെ തിരുമിയാലേ പോകത്തുള്ളൂ, വേദന സകലതും പോണ്ട ദേഹത്ത് നിന്ന്, അല്ലെങ്കിൽ പിന്നെ വീണ്ടും എന്നെ കുറ്റം വെക്കത്തില്ല, ഒന്ന് മിണ്ടാ തടങ്ങി കിടക്കൻ്റെ മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചവിട്ടി അങ്ങോട്ട് തിരുമി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര ആ വഴി പോയത്. അപ്പം ഈ റൂമിനകത്തുനിന്ന് ഭയങ്കരമായിട്ട് നിലവിളി കേൾക്കുന്നു, അമ്മേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കിടന്ന് വിളിക്കുക. അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് വാതിൽ അങ്ങ് പതുക്കെ അങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാ നിൽക്കുന്ന നമ്മുടെ രേവതി സച്ചിയുടെ മണ്ടേല്. എന്താടി നീ കാണിക്കുന്നത്? നീ എന്താടി, അവനെ നീ എന്നെ ചവിട്ടി കൊല്ലുവാണോ? ഇതെന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? അവനെ നീ ചവിട്ടി കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ അവനെ പ്രസവിച്ചുണ്ടാക്കി ഇട്ടേക്കുന്നത്. നിനക്ക് അത് മതിയല്ലോ, നിനക്ക് അവനെ എങ്ങനെയെങ്കിലും കൊന്നാ മതിയല്ലോ, അതിനുവേണ്ടി ആയിരിക്കും നീ അവരെ പുറത്ത് കയറി കിടക്കണം, മര്യാദയ്ക്ക് ഇറങ്ങടി എന്ന് പറഞ്ഞു, എന്റെ കൊച്ചിന്റെ പുറത്തുനിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി പതുക്കെ ഇറങ്ങിയിട്ട് പറഞ്ഞു, അത് പിന്നെ അമ്മേ, വേദന സഹിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടന്. വേദന സഹിക്കാൻ പറ്റുന്നില്ല സച്ചിക്കല്ല, നിനക്കാ വേദന. നിനക്ക് നല്ല ഒന്നാമത്തെ കീർക്ക കാണിക്കുന്നത് കണ്ടില്ലേ, തോന്നിവാസം. സച്ചി, മാറി അങ്ങനെ നീ കിടന്നോ, ഇല്ലെങ്കിൽ ഇവളെ നിന്റെ ജീവൻ എടുക്കുകയുള്ളൂ എന്നും പറഞ്ഞു പുറത്തോണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഈശോ, മോശമായി പോയല്ലേ സച്ചേട്ടാ, ഈ കഷ്ടമുണ്ടെന്ന്. ഇപ്പൊ എന്ത് മോശം? നീ എന്നെ ചവിട്ടി തിരുമുന്നത് കണ്ടത് വലിയ മോശമൊന്നുമല്ല. പിന്നെ നിനക്ക് ആ ഡോറൊന്ന് ലോക്ക് ചെയ്യാമായിരുന്നല്ലോ. ലോക്ക് ചെയ്യാതിരുന്നോണ്ടല്ലേ ഇപ്പം അമ്മ വന്നിങ്ങനെ തള്ളി തുറന്നത്. അതിപ്പോ നിങ്ങളുടെ അമ്മ ഇപ്പൊ വന്ന് തള്ളി തുറക്കുന്നു ഞാൻ അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിലേ നീ അങ്ങോട്ട് സഹിച്ചോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്തു, അത്രയ്ക്കായോ എന്ന് പറഞ്ഞു വീണ്ടും അങ്ങോട്ട് കയറി അങ്ങോട്ട് ചവിട്ടി തിരുമ്മി കേട്ടോ. ചവിട്ടി തിരുമ്പി രേവതി, മതി, ഇത് മതിയായിരിക്കുന്ന രേവതിയും പറഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രവീന്ദ്രനെയാ. അപ്പൊ രവീന്ദ്രൻ അവിടെ എവിടെയൊക്കെ ഒന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര ചെല്ലുകയാണ്. അപ്പൊ ചന്ദ്ര ചെന്നിട്ട് നമ്മുടെ രവീന്ദ്രനോട് പറയും, നിങ്ങൾ ഇത് വല്ലതും കാണുന്നുണ്ടോ? ആ രേവതി അവൾ എന്നതൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, അവള് നോക്കിക്കോ, നിങ്ങളുടെ മകനെ കൊല്ലുന്ന് പറഞ്ഞപ്പോ നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത്? അവനെ അവിടെ ചവിട്ടി പിഴിയാന്നും പറഞ്ഞുകൊണ്ട് എന്റെ മോന്റെ മണ്ടേ കയറി അവള് താണ്ഡവം ആടുക. നീ എന്തിനാ അവരുടെ റൂമിലേക്ക് എത്തി വലിഞ്ഞ് നോക്കാൻ പോകുന്നത്? അതുകൊണ്ടല്ലേ നീ അതൊക്കെ കണ്ടത്? പിന്നെ എന്റെ മോൻ അവിടെ കിടന്ന് വലിയ വായിൽ കരഞ്ഞപ്പോ ഞാൻ പോയി പിന്നെ നോക്കാതെ? അയ്യോ, എന്തൊരു സ്നേഹം! സ്നേഹം അങ്ങോട്ട് ഒലിക്കുകയാണല്ലോ. അതെ, ഭാര്യയും ഭർത്താവും ആയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പം എന്തെങ്കിലും അടി നടന്നെന്നോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്ക് കളിച്ചെന്നോ ഒക്കെ ഇരിക്കും. നീ അതിന് അവരുടെ റൂമിൽ ചെന്ന് എത്തി നോക്കേണ്ട കാര്യമുണ്ടോ? അതല്ലേ ചന്ദ്രൻ മോശം. ഇനിയിപ്പം സച്ചിയും രേവതി എന്നല്ല, ശ്രുതിയും ശ്രുതിയുടെ റൂമിൽ നിന്നും എന്തെങ്കിലും ഒച്ച കേൾക്കുക, അവരെന്തെങ്കിലും വഴക്കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടേതായ കാര്യങ്ങൾ നോക്കിക്കോളൂ. താനൊപ്പം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ താനെന്ന് വിളിക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ ചന്ദ്രൻ? പിന്നെ നിനക്ക് എന്തിനാ നീ വെറുതെ അവരുടെ ഈ മുറിയിലൊക്കെ പോയി എത്തി വലിഞ്ഞ് നോക്കുന്നത്? പിന്നെ ചവിട്ടി തിരുമുന്നുണ്ടെങ്കിൽ അവന് ശരീരത്തിന് വല്ല വേദനയും കാണും, അതായിരിക്കും. പിന്നെ വേദനയാണെങ്കിൽ ഹോസ്പിറ്റലല്ലേ പോകേണ്ടത്, അല്ലാതെ ചവിട്ടി തിരുമി അവന്റെ മർമ്മത്തിനിട്ടൊക്കെ കയറി കാല് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ, രേവതിക്ക് ഇതൊക്കെ അറിയായിരിക്കും. നാട്ടുവൈദ്യരുടെ എല്ലാ കഴിവുകളും ആ കുട്ടിക്കുണ്ട്. ആ കുട്ടി നാട്ടിൻപുറത്തുള്ള കുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അവക്ക്
ഇതൊക്കെ അറിയാം. അവള് ചെറുപ്പത്തിലെ മുതൽ ഇതൊക്കെ കണ്ടായിരിക്കും വളർന്നത്. അതുകൊണ്ടായിരിക്കും, അവൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അവക്കെല്ലാം അറിയാം, അവക്കെല്ലാം അറിയാവുന്നൊരു പെണ്ണാണല്ലോ. എടി, ഈ വിദ്യാഭ്യാസം വേണമെന്നൊന്നും ഇല്ല, ഈ പറയുന്ന ഈ തിരുമ പഠിക്കണം എന്നൊക്കെ തിരുമൊക്കെ അറിയാന്. അതൊക്കെ എന്റെ അമ്മയ്ക്ക് അറിയാലോ. അവിടുത്തെ നാട്ടുമ്പുറങ്ങളിൽ ഈ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാറില്ല. അവിടെ നീ ചെന്ന് നോക്ക്, തിരുമുന്ന നല്ല അസൽ വൈദ്യന്മാരുണ്ട്, അവരുടെ അടുത്താ കൊണ്ടുപോകുന്നത്. പിന്നെ എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് തിരുമാൻ അറിയാം. എന്താ, ഞാൻ ഇനിയിപ്പം ഈ തിരുമ പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിൽ പോണതാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ നാട് കാണുന്നതേ എനിക്ക് കലിപ്പ. ഇനി അവിടെ ചെന്ന് നിങ്ങളുടെ തള്ളയുടെ വായിലിരിക്കുന്നതും കൂടെ കേൾക്കാനായിരിക്കും എന്ന് പറഞ്ഞ് പുറപുറത്തോണ്ടങ്ങ് പോയി കേട്ടോ നമ്മുടെ ചന്ദ്ര. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിൻ. അപ്പൊ സച്ചി തിരുമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തിരുമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക, ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക, കട്ടിലിൽ ചാരി ഇരുന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചെന്നിരുന്നിട്ട്, ഇത് എന്ത് പറ്റി ചിരിക്കുന്നത്? ഇത്രോ നേരം കരച്ചിലായിരുന്നല്ലോ, ഈ കരച്ചിൽ എങ്ങനെ ഇത്ര പെട്ടെന്ന് ചിരിയായിട്ട് മാറിയത്? അത് പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും? ഒരു സന്തോഷം തോന്നുക രേവതി, ഒരു സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്നോട് കുറച്ച് സ്നേഹം ഉണ്ടെന്നേ, അത് ഞാൻ കാണുന്നുണ്ടെന്നേന്ന് പറയുമ്പോൾ എൻ്റെ ഈശ്വര, ഞാൻ കാരണം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹമെങ്കിലും ഉണ്ടായല്ലോ, ഞാൻ കാരണം അതെങ്കിലും സംഭവിച്ചല്ലോ, അതിന് ഞാനൊരു കാരണമായല്ലോ. ഏതായാലും കൊള്ളാന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചു പറഞ്ഞ അതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് കിടന്ന് ഉറങ്ങണം, രാവിലെ എനിക്ക് ഓട്ടത്തിന് പോകണ്ട, രാവിലെ എന്നെ വിളിക്കണം കേട്ടോ രേവതി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ രേവതിയും കിടന്ന് ഉറങ്ങാണ്. പിന്നെ കാണിക്കുന്ന നേരം വരവരാ വെളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി കട്ടിലിൽ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പൂവൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും സച്ചു പെട്ടെന്ന് ചാടി എണീറ്റിട്ട്, ഇതെന്താ രേവതി നീ കിടന്നുറങ്ങാത്തത്? നിനക്കെന്താ പാതിരാത്രി ഇരുന്ന് ഈ പൂ കോർക്കേണ്ട എന്താ കാര്യം? അതിന് പാതിരാത്രിയാന്ന് ആരാ പറഞ്ഞത്? സമയം നോക്ക്, 7:30 ഈ 7:30യോ? എന്നിട്ട് നീ എന്താണ് എന്നെ വിളിക്കാത്തത്? നീ എന്തിനാ ഈ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഈ പൂവൊക്കെ കെട്ടണത്? അത് പിന്നെ ഇന്ന് അമ്പലത്തിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ കുറച്ച് കച്ചവടം കൂടുതലാ പൂക്കൾക്ക്, അതുകൊണ്ടാ പൂ കെട്ടുന്നതെന്ന് പറഞ്ഞപ്പം നീ നിന്റെ കച്ചവടമായിട്ടിരുന്നാ മതിയല്ലോ, നീ വിളിക്കാത്തോണ്ടല്ലേടി. ഇനിയിപ്പൊ എന്റെ കച്ചവടം എങ്ങനെയായി തീരുവോ? ഞാനാണെങ്കിൽ സമയത്ത് ചെല്ലാന്നും പറഞ്ഞതാ, നിന്റെ ഒരു കാര്യം നീ കാരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കാരണം എന്തുണ്ടായി? നീ കാരണം തന്നെയാ. ഞാൻ കാരണം എന്തുണ്ടായി? ഇച്ചിരി നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വെച്ചത് അത് വലിയൊരു കുറ്റമാണോ? അത് വലിയ കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എടി, നീ ഇങ്ങനെ വളവളായിട്ട് ഇങ്ങനെ സംസാരിക്കാതെ നീ പൂ കെട്ടുന്നത് കണ്ടില്ലേ, എന്ത് മൃദുവായിട്ട്, നീ എന്ത് പതിയാ പൂ കെട്ടുന്നത്? ആ പൂവിൽ നോക്കിയിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ കിടന്ന് വായിട്ട് അലയ്ക്കാൻ തോന്നുന്നു പറഞ്ഞപ്പം, ഞാൻ പൂ കെട്ടുന്നത് പതിയെ. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് നല്ല സ്മൂത്ത് ആയിട്ടാണല്ലോ. അല്ല, ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓണിന്റെ ശബ്ദം കേട്ടിട്ടില്ലേ? പീ പീ എന്നുള്ളൊരു ശബ്ദം. അതുപോലെ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് സംസാരിക്കാമല്ലോ. എന്നിട്ട് നിങ്ങൾ സ്മൂത്ത് ആയിട്ടാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ. അത്രയ്ക്ക് അല്ലേ? അതുമല്ല, വാ കുറച്ച് പൊങ്ങാറായി, നടുവും കുറച്ച് പൊങ്ങാറായി. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. അതെ, ഒരു 400 രൂപ ഇങ്ങോട്ട് എടുക്ക. ഞങ്ങളുടെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറിന് 400 രൂപ കൊടുത്തിട്ടാ ഈ തിരുമിനെല്ലാരും അവിടെ പോകുന്നത്. അതുകൊണ്ട് ഒരു 400 രൂപ ഇങ്ങോട്ട് എടുത്തേന്ന് പറഞ്ഞു. 400 രൂപയോ? അപ്പൊ നീ കണക്ക് പറയാ അല്ലേ? ഇതിനും കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ വേണം. എങ്കിൽ പിന്നെ എനിക്കും കണക്ക് പറയാനുണ്ട്. ഞാൻ നിന്നെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോയിട്ടല്ലോ, അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചോ മറ്റേ ചാർജ് തരാൻ പറഞ്ഞോ ടാക്സിയുടെ? ഇല്ലല്ലോ. എന്നാ പിന്നെ ആ ചാർജ് ഇങ്ങോട്ട് എടുക്ക. ഓഹോ, അപ്പൊ നിങ്ങളും കണക്ക് പറയാ അല്ലേ? അതെ, ഈ രേവതി കണക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്നലെയൊന്നും അല്ല, ഇവിടെ ഒന്നും നിക്കത്തില്ലെന്ന് പറഞ്ഞപ്പം, നീ എന്താ ഇതിന് മാത്രം ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടിയോ? നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ ചേട്ടനും നിങ്ങളുടെ ചേടത്തിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് രാവോളം പകലോളം കിടന്ന് അധ്വാനിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അതിനുള്ള പൈസ ആര് തരും? ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ എനിക്ക് ബാങ്കുകാർ തരുമോ? ബാങ്കിൽ ചെന്ന് ചോദിച്ചാ ചിലപ്പോ നിനക്ക് ബാങ്കുകാർ തന്നാലോ? അതേ, ബാങ്കുകാരുടെ വീട്ടിലല്ല പോയി ഞാൻ ജോലി ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ദേ ഇവിടെയാ, ഈ വീട്ടിലാ. അപ്പൊ പിന്നെ എനിക്കും വേണം ഇങ്ങനെ പോയിട്ടുണ്ട് ശമ്പളം. നിനക്ക് ശമ്പളം തരാടി ഞാന്. അതെ, നിന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ സമയം പോകും, എന്റെ ഓട്ടം പോകും. അതെ, ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് കുളിക്കാൻ വേണ്ടി അങ്ങ് പോവാ. അങ്ങനെ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴും നമ്മുടെ രേവതി അവിടെ ഇരുന്ന് പൂ കോർത്തോണ്ടിരുന്നപ്പോ, എടി ഇതുവരെ നീ ഇവിടെ എണീറ്റ് പോകാറായില്ലേ? അത് പിന്നെ കുറച്ച് പൂ കൂടുതൽ ഇന്ന് കോർക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് പിന്നെ നീ പോയി വല്ല ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വാടി, എനിക്കത് തലക്ക് ഭ്രാന്ത് പിടിക്കുക, എനിക്ക് പെട്ടെന്ന് പോകണം, നല്ല വിശപ്പുണ്ട്. ഇന്നലെ നീ എന്നെ ചവിട്ടി പിഴിഞ്ഞതല്ലേ? അതേ, ചവിട്ടി പിഴിഞ്ഞോണ്ടല്ലേ ഇപ്പൊ അവിടെ നൂർന്ന് ഇവിടെ നിൽക്കണത്, ഇല്ലായിരുന്നു എന്തായാലും അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പിന്നെ സച്ചേട്ടൻ ഇവിടെ ഇരിക്കും, പോയി ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രനെ കാണിക്കുക. ചന്ദ്രക്കാണ് വിശപ്പ് അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ, രാത്രി ഒന്നും കഴിച്ചില്ല, വല്ലാത്ത വിശപ്പ്. എന്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യുന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡൈനിങ് ടേബിളിൽ പൂരി മസാലയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കല്ലേ. സഹിക്കുവോ നമ്മുടെ ചന്ദ്രയ്ക്ക്? ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ. അവിടെ നിന്ന് എന്ത് ചെയ്തു, കുറച്ച് പൂരി മസാല അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. ഇതിനിടയിൽ നമ്മുടെ ശ്രുതി കാണാനും പാടില്ല, ശ്രുതി പൂരി കഴിക്കല്ലെന്ന് പറയൂല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രുതി കാണാനും പാടില്ലാത്തതുകൊണ്ട്
അവിടെ നിന്ന് അടിച്ചു മാറ്റി കുറച്ച് പൂരി മസാല എടുക്കുകയാണ് കേട്ടോ. പൂരി മസാലക്കറിയും കൂടെ എടുത്തോണ്ട് പോയി. ഈ സമയത്താണ് നമ്മുടെ രേവതി വരുന്നത്. രേവതി വന്നിട്ട് അവിടെ ഇരുന്ന പൂരി മസാലയൊക്കെ എടുത്തോണ്ട് നേരെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയോട് പറഞ്ഞു, അദ്ദേഹം കാപ്പി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം, എന്താ ഇന്ന് പൂരി മസാലയാണോ? വാവ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, അല്ലെങ്കിൽ ഈ ഭാര്യമാര് വഴക്കൊക്കെ കഴിയുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ കേട്ടിട്ടും ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ നീ ചെയ്തതാണല്ലോ, എനിക്ക് മനസ്സിലായിടീ കള്ളി എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കും, പിന്നെ അതുപോലെ ഒന്നും ഞാൻ ചെയ്തതല്ല. കഴിഞ്ഞ ദിവസം ഇഡലി ആയിരുന്നു, ദോശയായിരുന്നു, അപ്പൊ പിന്നെ ഇന്ന് പൂരി ഉണ്ടാക്കാന്ന് വെച്ചു. ഇന്ന് ഒരേ സാധനം എങ്ങനെയാ വീണ്ടും വീണ്ടും ഉണ്ടാക്കണത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ, ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ അയ്യോ എന്റെ കൈക്ക് വേദന രേവതി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഈശ്വരാ, ഒന്നും കഴിക്കത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. അപ്പൊ രേവതി ഓടിച്ചിട്ടുണ്ട്, എന്ത് പറ്റി കൈക്ക് എന്ത് പറ്റി? അയ്യോ കൈക്ക് മൊത്തം വേദന, എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഷോ ഇനിയിപ്പൊ എന്ത് ചെയ്യും? അതെ, ഒരു കാര്യം ചെയ്യ, ഒരു ഉപകാരം ചെയ്യോ നീ, ഇതൊന്ന് വാരിത്തരാനോ നിങ്ങൾക്കോ? അതെന്താ രേവതി, എന്റെ കൈക്ക് ഒട്ടും പറ്റില്ല രേവതി, കൈയൊന്നും എടുത്ത് വായിക്കകത്ത് വെക്കാൻ പോലും പറ്റുന്നില്ല, എങ്ങനെ ഡ്രൈവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പ്ലീസ് ഒന്ന് വാരിത്തരാൻ പറഞ്ഞു. രേവതി എന്ത് ചെയ്തു? കോപ്പ് വാരിത്തരാൻ, മനുഷ്യന് സമയവും കളയാനായിട്ടാന്ന് പറഞ്ഞ് പൂരി ഇങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സച്ചി പറ്റിക്കുന്നതാണ്. സച്ചിയുടെ കൈക്ക് വേദന പോയിട്ട് സച്ചിയുടെ കൈക്ക് ഒരു കുഴപ്പമില്ല. സച്ചി വേറും ഊടായ്പാണ് കേട്ടോ. നമ്മുടെ രേവതിയുടെ അടുത്ത് ഇപ്പം മൊത്തം ഊടായ്പ തരം എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ് സച്ചി. അങ്ങനെ സച്ചിക്ക് അങ്ങോട്ട് വാരി കൊടുക്കാനും തുടങ്ങി. സച്ചി ആസ്വദിച്ചിരുന്ന് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ആസ്വദിച്ചിരുന്ന് കഴിഞ്ഞിട്ട് മതി രേവതി, മതി ഇനി വേണ്ട, മതി, വയറ് നിറഞ്ഞു. ഏതായാലും ഇനി ഞാൻ പോട്ടെ, ഓട്ടം ഉള്ളതാ, ഇനി പോയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ പോവാട്ടെ രേവതി, ടാറ്റാ എന്ന് പറഞ്ഞിട്ട് ആ കൈ എടുത്ത് പോക്കി തന്നെ ഒരു ടാറ്റ കൊടുത്തപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ ഈ കൈക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഭക്ഷണം വാരി തന്നത്, എന്നിട്ടിപ്പോ നിങ്ങളുടെ കൈക്ക് ഒരു പ്രശ്നവും? അത് പിന്നെ ഞാൻ വെറുതെ ഒരു അടവിറക്കിയതല്ലേ രേവതി, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലോ എന്നൊക്കെ അറിയണമല്ലോ. അതും കൊണ്ട് ചെറിയൊരു അടവിറക്കിയതാന്ന് പറഞ്ഞപ്പോ അമ്പട്ട കൊള്ളാലോ, കൈക്കൊരു പ്രശ്നമില്ലല്ലേ, ഈ കൈക്ക് പ്രശ്നം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു കൈ പിടിച്ചൊരോറ്റ തിരിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചു അവിടെ കിടന്ന് അയ്യോ അച്ഛോ എന്ന് പറഞ്ഞു ഒറ്റ കാർച്ച. പെട്ടെന്ന് നമ്മുടെ രേവതി കൈ വിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അതിലെ വഴി കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ പോയിരുന്നു. രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ അവിടെ കിടന്ന് അച്ചാന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, ഒന്നുമില്ല അച്ഛാ ഞാൻ പോവാ അച്ഛാ ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പല ഊടായ്പ തരങ്ങളും കാണിച്ചിട്ട് അങ്ങ് പോവാട്ടോ ചെയ്യുന്നത്. രേവതി ഇതൊക്കെ കണ്ടിട്ട് രേവതിക്ക് സത്യം പറഞ്ഞ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സച്ചിയുടെ ചെറിയ ഊടായ്പൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ രേവതിക്ക്. കാരണം രേവതിക്ക് സച്ചിനെ ഇഷ്ടമാണല്ലോ, അപ്പൊ സച്ചിക്ക് രേവതിയോട് സ്നേഹം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മുടെ സച്ചി രേവതിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ രേവതി ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഊടായ്പ പുത്രൻ സുധി ഉണ്ടല്ലോ, ഭയങ്കര ഊടായ്പ പുത്രൻ. ആവാൻ കിടന്ന് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുക, ടെറസിന്റെ മണ്ടയിലാ കിടന്ന് ഭയങ്കര വർക്കൗട്ട്, പാട്ടൊക്കെ ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. നമ്മുടെ ശ്രീകാന്ത് ആട്ടോ ഫോൺ വിളിക്കുന്നത്. അപ്പൊ ശ്രീകാന്തിന്റെ ഫോൺ കോൾ കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് ചാടി കയറി ഓടി എടുത്തിട്ട് എന്താടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഏട്ട ഫോൺ എടുത്തല്ലോ, അത് തന്നെ നല്ല കാര്യം, ഏട്ടൻ ഇത്രയും ദിവസം വിളിച്ചിട്ട് എന്താ ഏട്ടാ ഫോൺ എടുക്കാതിരുന്നത്? അയ്യോ നീ നല്ല കാര്യം ചെയ്തിട്ടാണല്ലോ ഇവിടുന്ന് പോയത്, നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാന്. അത് പിന്നെ ഏട്ടാ ഞാൻ വിളിച്ചത് എനിക്ക് അങ്ങോട്ടേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം, ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാ മോനെ, കാരണം സച്ചി നിന്നെ ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല, സച്ചിക്ക് നീ ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല, അതിന് കാരണവും ഉണ്ട്. എടാ ഞാനൊരു കോടീശ്വരീനെ കെട്ടി, നീ ഒരു കോടീശ്വരനെ കെട്ടി, നീ കെട്ടിയ കോടീശ്വരി പണം പോലെയാ, ഞാൻ കെട്ടിയ കോടീശ്വരി ചെക്ക് പോലെയാ, ഇപ്പൊ കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് അല്ലാതെ ഇതുവരെ എന്റെ ഈ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നിനക്ക് അങ്ങനെയല്ല, നീ നല്ല കോടീശ്വരിയാ, അപ്പൊ നിന്നോട് ചെറിയ അസൂയയും കുശുമ്പൊക്കെ ആർക്കുണ്ട്? സച്ചിക്കുണ്ട്. അവൻ കെട്ടിയിരിക്കുന്നത് എവിടെന്നാ? ഏതോ ഒരു ലോ കുടുംബത്തിൽ നിന്ന്, ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന്. അപ്പൊ പിന്നെ അവന് നിന്നോട് അസൂയയും കുശുമ്പും കാണൂലോ, അതുകൊണ്ടാണ് അവൻ ഇതൊന്നും സമ്മതിക്കാത്തതെന്ന് പറയാം. അപ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറയാ, സുധിയേട്ടാ അതൊന്നുമല്ല, ഞാൻ ചെയ്തത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ലല്ലോ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല, കാരണം തെറ്റാണ് ഞാൻ ചെയ്തത്. അപ്പൊ സച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ല, അച്ഛനെ ഒത്തിരി ഇഷ്ടമുണ്ടല്ലോ സച്ചിക്ക്, അതുകൊണ്ടാ എന്നിങ്ങനെ സച്ചിയേട്ടനെ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിലോ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ഒഴിവാക്കുകയാണ് കേട്ടോ. കാരണം ഇങ്ങോട്ടേക്ക് നീ വരണ്ടട, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കാ തട്ടുകേട് കിട്ടുന്നത്? നമ്മുടെ ശ്രുതിനേക്കാളും മണപ്പെട്ടവളാണല്ലോ വർഷ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതിക്കാണ് മോശം, അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ വേറെ ഉള്ളവരെ കുറ്റം പറയുന്നത്. എന്നിട്ട് ശ്രുതിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, നീ ഇങ്ങോട്ട് വരുന്നതാണ് ശ്രുതിക്ക് ഇഷ്ടമാണ് ശ്രുതി പറയുന്നത്. പക്ഷെ വേറെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, നേരെ തിരിച്ചാണ്. നമ്മുടെ സച്ചിക്ക് വേറൊന്നുമല്ല,
അച്ഛനെ വേദനിപ്പിച്ചത് കൊണ്ടാണ്, അല്ലാതെ ശ്രീകാന്ത് വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഇന്ന് നമ്മുടെ വിശേഷം കുറച്ച് താമസിച്ചു പോയല്ലേ ഇടാൻ. നമ്മൾ ഇന്ന് 6:53 ഇടുന്നതായിരുന്നു. സത്യം പറയാലോ, കുറച്ചു നേരം ഉറക്കം കൂടിപ്പോയി. കാരണം ഞാൻ എന്നും ഒരു 5:45 എണീക്കുന്നതായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇന്ന് ശനിയാഴ്ച മക്കൾക്ക് പഠിത്തമില്ലെന്നൊക്കെ. അപ്പൊ ആ ഒരു ഇതിലാന്ന് തോന്നുന്നു അലാറം കേട്ട ഒന്നും ഞാൻ അറിഞ്ഞില്ല, കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഭാഗ്യത്തിൽ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ കഥ രാവിലെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ നയനയുടെ പാദശന്റെ കഥ വരികയും ചെയ്തു. അപ്പൊ പിന്നെ അത് ചെയ്തേക്കാലോ ഫസ്റ്റ് എന്ന് ഓർത്തോണ്ടാണ് ഞാൻ അത് ചെയ്ത് കറക്റ്റ് സമയത്ത് ഇട്ടത്. അപ്പൊ ഇതൊന്ന് കുറച്ച് താമസിച്ചു പോയി, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നാളെ കറക്റ്റ് സമയത്ത് ഇടാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.